ഹായ്. കേരളത്തിൽ തന്നെ ജോലി നേടാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു കേരള ഹൈക്കോർട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 2014 തൊട്ട് അല്ലെങ്കിൽ അവിടെ തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഹിസ്റ്ററീസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതലും വരുന്നതൊക്കെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് ഇയറിലാണ് വരുന്നത്, കൂടുതലും എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ 2024 അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 2026 നമുക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് പേരുണ്ട് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ. അപ്പോൾ ഈ ഒരു കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ബിക്കോസ് അത്യാവശ്യം നല്ലൊരു പേ സ്കെയിലുള്ള, അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള, അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള, അത്യാവശ്യം എന്താ പറയുക നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു പോസ്റ്റാണ് ഈ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കേരളത്തിലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു എക്സാമിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ലൈക്ക് ഇപ്പം ആദ്യമായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നവർ, പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, മേ ബി ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീവ് എക്സാംസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഫോക്കസ് ഏരിയാസ് ആണ് ഉള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് എക്സാമിൽ ചോദിക്കുന്നത്, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളുടെ എക്സ്ട്രാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? കേരള PSC ആയാലും ശരി, ഈവൻ SSC സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും ശരി, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ നോക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുവഴി ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഇത് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന കുറച്ച് മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ജോലി കിട്ടുന്ന ഒരു വളരെ നല്ല ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ജോലി കിട്ടുന്ന ഒരു വളരെ നല്ല പേ സ്കെയിലുള്ള കരിയർ ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ആണ്. നമ്മുടെ റിക്രൂട്ട്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരളയാണ് എന്ന് പറയുന്നത്. പോസ്റ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. നമ്മുടെ പേ സ്കെയിൽ വരുന്നത് 39,300 to 83,000 ആണ് പേ സ്കെയിൽ വരുന്നത്. അപ്പോൾ ഒരു ബേസിക് പേയും അതിലൂടെ ബാക്കിയുള്ള അലവൻസുകളുടെയൊക്കെ ചേർന്നാണ് ആ ഒരു പേ സ്കെയിലിലേക്ക് വരുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു പേ കാണും, അതുകൂടാതെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേർന്ന് വരും. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം തന്നെ ഓൺലൈൻ ആണ് നടക്കുന്നത്. ആൻഡ് അത് ഹൈക്കോർട്ടിന്റെ ഒഫീഷ്യൽ പോർട്ടൽ വഴിയാണ് ആ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. നമ്മുടെ കേരള ഹൈക്കോർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഈ ഒരു സൈറ്റ് വഴിയാണ് ഇതിന്റെ ഒഫീഷ്യൽ പ്രോസസ്സ് ലൈക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം. അതുമാതിരി ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമുക്കത് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ? കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം കേരള ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ പ്രോസസ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജുഡീഷ്യൽ സെക്രട്ടേറിയറ്റ് റോൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊടുക്കുക, കേസ് മാനേജ്മെന്റിന് സപ്പോർട്ട് കൊടുക്കുക, ലീഗൽ ഡോക്യുമെന്റ്സിന്റെ പ്രോസസ്സിംഗ്, അതേപോലെ തന്നെ കോർട്ട് റൂം അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഹൈക്കോർട്ട് ആകുമ്പോൾ ഈ ഒരു ജുഡീഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോലത്തെ, അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ, ആൻഡ് അതിൻ്റെ ലീഗൽ ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ പ്രോസസ്സിങ്ങും മെയിൻറ്റെയിനിങ്ങും ഒക്കെ ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ ആയിരിക്കും ഡെഫിനറ്റ്ലി ഇവിടെ വരാൻ പോകുന്നത്. ഇനി കരിയർ ഗ്രോത്തിലേക്ക് വരുവാണെങ്കിലും ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു എക്സലന്റ് പ്രൊമോഷൻ ആണ്. നമുക്ക് കരിയർ ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ലൈക്ക് സീനിയർ അസിസ്റ്റന്റ്, ഇപ്പൊ നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർ, പിന്നെ ഫ്യൂച്ചർ സീനിയർ അസിസ്റ്റന്റ്, അതുപോലെ സെക്ഷൻ ഓഫീസർ, പിന്നെ എന്താ പറയുക നമ്മുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ആ ഒരു പോസ്റ്റ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റ് വരെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോബാണ്, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത എപ്പോഴാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓൾട്ടർനേറ്റ് ഇയറിലാണ് വിളിക്കുന്നത്. കൂടുതൽ നമ്മൾ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഡെഫിനറ്റ്ലി കോവിഡ് ടൈമിൽ മാത്രമാണ് ചെറിയൊരു എന്താ പറയാ എക്സാക്ട് ഒരു ആ ഒരു എന്താ പറയാ വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന രീതി കുറച്ചൊന്ന് തെറ്റിയിട്ടുള്ളത്. ബട്ട് അതർവൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു ഓൾട്ടർനേറ്റ് ഇയറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ 2026 4ാമത്തെ ക്വാർട്ടറിലായിട്ടാണ് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഒക്ടോബർ, നവംബർ, ഡിസംബർ
ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനും എക്സാം നടക്കാനുള്ള സാധ്യത ഈ ഒരു സമയത്താണ് നമുക്കുള്ളത്. പക്ഷേ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി എപ്പോൾ വേണമെങ്കിലും വരാം. കൂടുതൽ എക്സാം നടക്കാനുള്ള സമയമാണ് ഈ ഒക്ടോബർ ടു ഡിസംബർ എന്ന് നമുക്ക് ആ, നടക്കാനുള്ള സാധ്യതയാണ് ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുന്നതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ടൈം ലൈനും വേക്കൻസീസിനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ടെലിഗ്രാം ചാനൽ വഴിയായാലും ശരി, അല്ലാതെ യൂട്യൂബ് ചാനൽ വഴിയായാലും ശരി. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ ഉടനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ലൊരു ഐഡിയ ആയിരിക്കത്തില്ല. എന്താണ് അത്യാവശ്യം ഒരു എന്താ പറയുക 3 ലെവൽ സെലക്ഷൻ പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. ആ 3 ലെവലിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 1.5 മാസത്തിനുള്ളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ഒരു 2 to 3 months ഓഫ് പ്രിപ്പറേഷൻ പ്രോസസ്സ് ഡെഫിനറ്റ്ലി നമുക്ക് വേണം. അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഏരിയ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മുടെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. അല്ല ഓഗസ്റ്റ് നമ്മൾ കൂടുതലും ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്താൽ പോലും നേരത്തെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന സമയം കുറവായിരിക്കും. പക്ഷേ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഈവൻ ഒക്ടോബറിൽ വന്നാൽ പോലും നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് എക്സാംസ് മോസ്റ്റ്ലി നവംബർ, ഡിസംബറിലൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സമയം കിട്ടുന്നുണ്ട് പ്രിപ്പറേഷന് വേണ്ടി. സോ ഇമ്പോർട്ടൻറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പും റിട്ടൺ ടെസ്റ്റും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു എക്സാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 to 3 months ഓഫ് പ്രോപ്പർ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിഫിക്കേഷന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിംഗ് പ്രാക്ടീസ് ആയാലും ശരി, പ്രിസൈസ് റൈറ്റിംഗിൻ്റെ ഒക്കെ പ്രാക്ടീസ് ആയാലും ശരി, ഈവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസുകളായാലും ശരി, ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ലൈക്ക് ഈ ഒരു ആർക്കൊക്കെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒന്ന്, ഏജ് ലിമിറ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 18 to 36 years വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പം 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക്, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഇതെന്ന് പറയുന്നത് നമ്മുടെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ ആണ്. അതേപോലെ OBC, SC, ST വരുമ്പോൾ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. അത് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വന്ന ജസ്റ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ലീസ്റ്റ് 50% മാർക്സോടെ ഒരു എന്താ പറയുക ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മാത്രം മതി. പിന്നെ ഡെഫിനറ്റ്ലി ഒരു കൂടുതൽ പ്രിഫറൻസ് എന്നൊരു ആംഗിൾ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അത്രയും നല്ലതാണ്. ബട്ട് അതർവൈസ് ഇൻ ജനറൽ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചുലർ ഇൻ എനി ഡിഗ്രി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്രത്യേകിച്ച് വലിയൊരു വെയിറ്റേജ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു വെയിറ്റേജ് മേ ബി ഇന്റർവ്യൂ ടൈമിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് അതർവൈസ് ഒരു സെപ്പറേറ്റ് വെയിറ്റേജ് ഈ ഒരു ക്വാളിഫിക്കേഷനായിട്ട് വരുന്നില്ല. ഡെഫിനറ്റ്ലി ഇന്റർവ്യൂ പ്രോസസ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഒരു ചെറിയ മാർക്കിന്റെ. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ലീഗൽ സൈഡിന്റെ ഒക്കെ കുറച്ചുകൂടി നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഇന്റർവ്യൂവിൽ പോയിന്റ്സ് കിട്ടാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലീഗൽ സൈഡിൽ കൂടുതൽ എന്താ പറയുക നോളജ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ലോ ഡിഗ്രി ഉള്ളവർക്ക് അതിന്റെ കൂടുതൽ നോളജ് ഉണ്ടായിരിക്കും. ആ ഒരു ഫാക്ടർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷെ അതൊരു ചെറിയ മാർക്കാണ് ഹോൾഡ് ചെയ്യുന്നത്, വെറും 10 മാർക്കാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് നാഷണാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെഫിനറ്റ്ലി ഇന്ത്യൻ ആയിരിക്കണം എന്നൊരു കേസ് അവിടെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ക്യാരക്ടർ ഒക്കെയാണ് ആക്ച്വലി അവർ ആ ഇന്റർവ്യൂ പ്രോസസ്സ് വഴി, പേഴ്സണാലിറ്റി ഇന്റർവ്യൂ പ്രോസസ്സ് വഴി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ ഒരു എക്സാം പ്രോസസ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേജസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 സ്റ്റേജിലാണ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ടായിരിക്കും. അതിൽ 100 മാർക്ക് 100 MC ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. 100 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 75 മിനിറ്റ് ടൈം ഉണ്ട് നമുക്ക്, 75 മിനിറ്റ്സ്. അപ്പം അത്യാവശ്യം 1 മണിക്കൂറല്ല, നമുക്ക് 1.25 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ OMR ടെസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് അല്ല, OMR ടെസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു പെൻ ആൻഡ് പേപ്പർ ആംഗിളിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതിന്റെ സെയിം ഡേ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാം ഉണ്ട്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നില്ല. ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു, ആ ദിവസം തന്നെ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത 60 മിനിറ്റിൽ തന്നെ എന്ത് നടക്കുന്നതായിരിക്കും, നമ്മുടെ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. അവിടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ പ്രിസൈസ് റൈറ്റിങ്ങും റീഡിംഗ് കോമ്പിനേഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതൊരു 60 മാർക്കിന്റെ ഒരു പേപ്പറാണ്, 60 മിനിറ്റ് ആണ് വരുന്നത്. സെയിം ഡേ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നടക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്ന് പറയുന്നെങ്കിലും 2 സ്റ്റേജും ഒരേ ദിവസം തന്നെയാണ് നടക്കുന്നത്. ഒന്നിന്റെ
തൊട്ട് പുറകെ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് ഇത് നടക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും എവിടേക്ക് വിളിക്കുന്നത്, ഒരു 10 മാർക്കിന്റെ ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നത്. അതിന്റെ ഒരു മിനിമം ക്വാളിഫയിങ് എന്ന് പറയുന്നത് 35% ആണ് ക്വാളിഫയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയതായിട്ട് മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ അത്യാവശ്യം ഒരു 10 മാർക്സിൽ ചെറിയൊരു മാർക്കേ വരുന്നുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ അത്യാവശ്യം ഒരു പ്രോപ്പർ പെർഫോമൻസ് നോക്കിയാൽ മതി. അവർ മെയിൻലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ, പിന്നെ അതുപോലെ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു കോർട്ടിൽ വർക്ക് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ആൻഡ് ഇതെല്ലാം ചേർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ 100 മാർക്ക്, നമ്മുടെ 60 മാർക്ക്, നമ്മുടെ 10 മാർക്ക്, ഇതെല്ലാം കൂടി ചേർത്ത് 170 മാർക്കിലാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും വൈവിയും മൂന്നും കൂടി ചേർന്നാണ് ഈ പേപ്പർ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാത്തിനും ഒരു അതാതായിട്ടുള്ള വെയിറ്റേജുകളുണ്ട്. ഒരിക്കലും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം ജസ്റ്റ് ഒരു ക്വാളിഫയിങ് അല്ല. അവിടെ എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്യുന്ന നല്ലത്. ഇപ്പൊ 100ൽ 100 സ്കോർ ചെയ്യുവാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തെങ്കിലും കാണുകൊണ്ട് ഒരു മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും നമ്മളത് വലുതായിട്ട് ബാധിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു ചെറിയ ക്വാളിഫയിങ് മാർക്കൊക്കെ എല്ലാ സ്റ്റേജിലും കാണും, പക്ഷേ അതർവൈസ് നമ്മളെ അത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് നല്ലപോലെ സ്കോർ ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ആ റിട്ടേൺ ടെസ്റ്റ് നല്ലപോലെ സ്കോർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇന്റർവ്യൂവിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് കുറഞ്ഞു പോയാലും വലിയൊരു എഫക്ട് ഉണ്ടാകത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ മതി. അതിൽ 35% ക്വാളിഫയിങ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ 3.5 മാർക്കേ ക്വാളിഫയിങ് ആയിട്ട് വരുന്നുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ 10 മാർക്കിൽ 3.5 മാർക്കാണ് ക്വാളിഫയിങ്, 35% ക്വാളിഫയിങ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മാർക്കാണ്. സോ അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പം 170 ഈ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി എവിടേക്കാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഹോൾഡ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവിടെ ഒരു വെയിറ്റേജ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ശരിക്കുള്ള എക്സാമിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, നമ്മുടെ ഫസ്റ്റ് എക്സാം ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിൽ 100 മാർക്കിൽ 50 മാർക്കും കവർ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് മാത്രമാണ്. പിന്നെ നമ്മുടെ ജനറൽ നോളജിന്റെ ഏരിയ 40 മാർക്കും, നമ്മുടെ മാത്സ് റീസണിങ് ഒരുപാട് പേരും പേടിക്കുന്ന ഒരു ഏരിയ, അത് നമ്മുടെ 10 മാർക്കുമാണ് കവർ ചെയ്യുന്നത്. അപ്പൊ അഗൈൻ ഒരു ഡിഫിക്കൽട്ട് ഏരിയ 10 മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇംഗ്ലീഷും ജി കെ ആണ് മേജർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന്റെ സമയത്തും നിങ്ങൾ ഈ 2 ഏരിയസിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാത്സ് റീസണിലേക്ക് വരുമ്പം നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു കുറേ വർഷത്തെങ്കിലും പ്രീവിയസ് ക്വസ്റ്റൻസ് നല്ലപോലെ നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് ഏകദേശം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോയിട്ടും ഡെഫിനറ്റ്ലി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള എക്സാമിലെ പ്രീവിയസ് ക്വസ്റ്റൻസ് നമുക്ക് 10 കൂടുതൽ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം, മാത്സിന്റെയും റീസണിന്റെയും. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജ് മാത്രം കൂടുതൽ നിങ്ങൾ സമയം കൊടുത്ത് ഫോക്കസ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി നമുക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. ബിക്കോസ് നമുക്ക് അവിടെ ഇംഗ്ലീഷും ജി കെ എന്ന് പറഞ്ഞാൽ വളരെയധികം നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അത് നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. 0.25 1 മാർക്ക് ആണ് ശരിയാവുമ്പോൾ കിട്ടുന്നെങ്കിൽ 1/4 4/1 നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റേജ് 1 നമുക്ക് ഒരു 40% ക്വാളിഫയിങ് മാർക്കായിട്ട് പറയുന്നത്. ഒരിക്കലും 40% കിട്ടിയ ഉടനെ അവരെ എല്ലാവരെയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും എന്നൊരു ആംഗിൾ ആയിരിക്കും വിചാരിക്കല്. അത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് പേപ്പറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെന്ന് വിചാരിച്ചത്. ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ 40% ഉള്ള ആൾക്കാരുടെ മാത്രം എന്ത് ചെക്ക് ചെയ്താൽ മതി, രണ്ടാമത്തെ പേപ്പർ ചെക്ക് ചെയ്താൽ മതി. 40%-ത്തേക്കാൾ കുറവാണെങ്കിൽ അവർക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ ഇനി എത്ര മാർക്ക് ഉണ്ടെങ്കിലും അവരുടെ ആ പേപ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ടു ക്വാളിഫൈ ഫോർ ഡിസ്ക്രിപ്റ്റീവ് ഇവാലുവേഷൻ, ഡിസ്ക്രിപ്റ്റീവ് ഇവാലുവേഷനിലേക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എത്ര വേണം, 40% മാർക്ക് വേണം. അപ്പൊ 100ൽ 40% മാർക്ക് ക്വാളിഫയിങ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിലെ പേപ്പർ അവർ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ എക്സാമിന്റെ പാറ്റേണിലേക്ക് വന്ന ഇതാണ് നമ്മുടെ എല്ലാ സ്റ്റേജിന്റെയും എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്, 75 മിനിറ്റ്. 1 മാർക്ക് വെച്ച് ശരിയായിട്ടുള്ള ഉത്തരത്തിനും തെറ്റ് ആയിട്ട് വരുവാണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് 0.25. നിങ്ങൾ കാണാൻ പറ്റും നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജി കെ, അതുപോലെ നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. അവിടെ പ്രിസൈസ് റൈറ്റിംഗും കോംപ്രഹെൻഷനും എസ്സേ ആയിരിക്കും വരുന്നത്. നമുക്ക് 60 മാർക്ക് 60 മിനിറ്റ് ആണ് വരുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ, നമ്മുടെ സ്റ്റേജ് 1 കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത സ്റ്റേജ് കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനെ പിന്നെ ഒരു ദിവസം അവർ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കും. പേഴ്സണൽ ഇന്റർവ്യൂ വെറും 10 മാർക്കേ ഉള്ളൂ. നമുക്ക് അത് ഒരു മിനിമം ക്വാളിഫയിങ് 35% മാർക്ക് എന്ന് പറഞ്ഞാൽ 10ൽ 35% എന്നൊരു ആംഗിളിൽ
നമുക്ക് വേണം അതിലേക്ക് ക്വാളിഫൈ ആവാൻ വേണ്ടി എന്നുള്ളത് ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്നുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വരുന്ന ദിവസം കൊണ്ടുവരാം. ഏതൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, GK ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണ്, അതുപോലെ മാത്സും റീസണിലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ദിവസം ഉറപ്പായിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരാം. നിങ്ങൾക്കത് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻസ് വഴി അറിയിക്കുക. നമുക്ക് ഓരോന്നിൻ്റെയും വീഡിയോസ് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടിയത് അതിനനുസരിച്ച്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞ പോലെ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നടക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ ഫ്ലുവൻസി, അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം ഇംഗ്ലീഷിൽ സ്ട്രോങ് ആണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം നമ്മുടെ കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ മാത്രമുള്ള നോളേജ് നമുക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷോർട്ട് എസ്സേ റൈറ്റിംഗ്, പ്രിസൈസ് റൈറ്റിംഗ്, അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. ഇതും കഴിയുമ്പോൾ ഇതിന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇന്റർവ്യൂയിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഏജിലെ റിലാക്സേഷൻ എങ്ങനെയാണ്, ഇപ്പം ജനറൽ ആണെങ്കിൽ 36 വയസ്സ് വരെ പറ്റും. പക്ഷെ നിങ്ങളൊരു OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ പറ്റും. 3 വർഷത്തെ റിലാക്സേഷൻ എല്ലാ എക്സാമിലും കിട്ടുന്ന പോലെ തന്നെ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ SC/ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ 41 വയസ്സ് വരെ പറ്റും. വിഡോ ആണെങ്കിൽ 41 വയസ്സ് വരെയും, അതുപോലെ തന്നെ ഓർത്തോപെഡിക്കലി നിങ്ങൾ ഡിസബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 46 വയസ്സ് വരെയും പറ്റും. അപ്പോൾ അത്യാവശ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അത് അറിയിക്കുക ദാറ്റ് ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ ഒരുപാട് പേർക്കും ചിലപ്പം ഈ പല എക്സാംസിനെ ഏജ് ലിമിറ്റ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഈ എക്സാമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ 2-3 മാസത്തിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മൊത്തം 160 മാർക്കിൽ 160 മാർക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും കൂടെ എടുത്ത 160 മാർക്കിൽ നമ്മുടെ 110 മാർക്കും ഇംഗ്ലീഷ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 50 മാർക്ക് ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷും 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷും. അതുകൊണ്ട് തന്നെ ഗ്രാമറും വൊക്കാബും അങ്ങനെയൊക്കെയുള്ള ഏരിയാസിനെ മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജനറൽ അവയർനെസ് ഏരിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും നമുക്കറിയാം ലീഗൽ ജുഡീഷ്യൽ സൈഡുമായിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീപ്പായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് എക്സാമിൽ മാത്രമല്ല മേ ബി ഇന്റർവ്യൂവിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൽസും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഹൈക്കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൽസും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് അത് എക്സാമിലും ഇന്റർവ്യൂവിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് വേണ്ടി അത്യാവശ്യം എസ്സേ റൈറ്റിങ്ങും പ്രിസൈസ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ എന്താ പറയുക ഒരു ടോപ്പിക് എടുത്തിട്ട് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഒരു പ്രിസൈസ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ഈവൻ AI ചോദിച്ചാൽ പോലും അതിലെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് ആ AI പറഞ്ഞു തരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ അതെല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഈസിലി അപ്രോച്ചബിളും ആണ്. എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായത് വേറെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സമയം കണ്ടുപിടിച്ച് ഒരു ചെറിയ പ്രിസൈസ് റൈറ്റിംഗ് ഒക്കെ ഒരു ടൈം വെച്ചുകൊണ്ട് എഴുതി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ഫസ്റ്റ് എക്സാം നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ടും നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ അത്യാവശ്യം ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ എക്സാം വിത്തിൻ ദ ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് ആ ക്വസ്റ്റൻസ് എഴുതാൻ പറ്റണം. സോ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസും മാക്സിമം അല്ല ടോപ്പിക് വൈസ് ക്വസ്റ്റൻസും ക്വിസുകളും ഒക്കെ തന്നെ ചെയ്ത് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിപ്പറേഷൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഓവറോൾ നമ്മുടെ ഈ എക്സാംസിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, എക്സാം പാറ്റേൺ, സെലക്ഷൻ പ്രോസസ്സ്, എന്താണ് ഈ എക്സാം എന്നുള്ളത്, അതിന്റെ ജോബ് പ്രൊഫൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇമ്പോർട്ടൻറ്റ് ഇതിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഓരോ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടി അത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന്റെ ഇംഗ്ലീഷ് ആണോ, മാത്സ് ആണോ, റീസണിംഗ് ആണോ, അത് ജനറൽ അവയർനെസ് ആണോ, അതിന്റെ ഏത് ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ എക്സാമിൽ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക.
നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും വളരെ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് റെയിൽവേയുടെ നമ്മുടെ ഹൈക്കോർട്ടിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ യൂട്യൂബ് വഴിയും ടെലിഗ്രാം ചാനൽ വഴിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ടെലിഗ്രാം ചാനലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഏരിയാസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് അടക്കമായിട്ട് നമുക്ക് ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെലിഗ്രാം അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും വീഡിയോസും സെഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസം ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.